രാത്രി മുഴുവൻ കാമുകനായ ഗന്ധർവനുമൊത്ത് കാമകേളികൾ നടത്തി തളർന്ന് മയങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ് രക്തയക്ഷി. ശ്രീനി, തൊട്ടുപോകുന്നുണ്ട്. ഞാൻ ശ്രീനിയുടെ ഭാര്യയാണ്. അല്ല, നീ ഒരു യക്ഷിയാണ്. ശ്രീനി, എന്റെ ഈ കരിഞ്ഞ മുഖം നിരാശയുടെ അഗാധത്തിലേക്ക് എന്നെ ചവിട്ടി താഴ്ത്തിയപ്പോൾ അതൊരവസരമാക്കി നീ ഇവിടെ കടന്നു വന്നു. എന്റെ ഈ വികൃതമായ മുഖം കണ്ടിട്ട് നീ മാത്രം ഞെട്ടിയില്ല. ഒരു അമ്മുമ്മയെ പറ്റി നീ പച്ച കള്ളം പറഞ്ഞു. ഉണ്ടായിരുന്നു. ശ്രീനിക്ക് എന്തോ ഭയങ്കര സംശയങ്ങൾ തോന്നുന്നു. ശ്രീനിയുടെ സമനില തെറ്റിയിരിക്കുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ? നീ യക്ഷിയാണ് യക്ഷി. നീ പറഞ്ഞപ്പോൾ പാലക്കൂട്ടു. കന്യാകുമാരിയിൽ വെച്ച് നീ എന്റെ ചോര പിടിക്കാൻ ശ്രമിച്ചു. നീ പരമൂരെ കൊന്നു, ജൂലിയെ കൊന്നു. ഈ പാലച്ചോട്ടിൽ വെച്ച് നീ നിന്റെ കാമുകനായ ഗന്ധർവനെ കണ്ടു. നീ കല്യാണി അമ്മയുടെ ഭ്രൂണം തിന്നു. മറ്റെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ. ഞാൻ കരയാൻ പിറന്നവളാണ്. വന്നതുപോലെ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളു. പക്ഷേ എനിക്കൊരു മനുഷ്യ സ്ത്രീയായി വേണം പോകാൻ. നീ ഒരു യക്ഷിയാണ്. യക്ഷിയും മനുഷ്യനും തമ്മിൽ ഇണചേർന്നുകൂടാ. അതുകൊണ്ടാണ് നിന്റെ ശരീരം എനിക്ക് നിശ്ചിത്തമായത്. അതല്ല കാരണം. ഞാനത് പറയരുതെന്ന് കരുതിയതാണ്. ശ്രീനിക്ക് അതിനുള്ള കഴിവില്ല. ഒരു സ്ത്രീയെ സംതൃപ്തയാക്കാനുള്ള കഴിവ് ശ്രീനിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു? കുളിമുറിയിൽ കാൽ വഴുതി വീണതാണ്. പേടിക്കാനൊന്നുമില്ല. വീട്ടിൽ പോയി അല്പം റെസ്റ്റ് എടുത്താൽ മതി. രാഗിണിയെ മുൻപ് തന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. കണ്ടിട്ടുണ്ട്. കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട്. എൻ്റെ കഥ പറയാം. അച്ഛനും അമ്മയും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മരിച്ചുപോയി. അകന്ന ഒരമ്മാവനും അമ്മുമ്മയും മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. അമ്മുമ്മ വളരെ ബന്ധപ്പെട്ട് എന്നെ കോളേജിൽ അയച്ചു. എവിടെ? ശ്രീനിയുടെയും ചന്ദ്രശേഖരൻ സാറിൻ്റെയും കോളേജിൽ. ചരിത്രമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അതുകൊണ്ട് ശ്രീനി ഒന്നും എന്നെ ശരിക്ക് കണ്ടിരിക്കയില്ല. പക്ഷേ കോളേജിലെ ഏറ്റവും സുമുഖനായ ശ്രീനി സാറിനെ ഞാൻ എന്നും കാണുമായിരുന്നു. എന്ന് തന്നെയല്ല, നിശബ്ദമായി ഞാൻ അദ്ദേഹത്തെ പ്രേമിച്ചു. 2ാം കൊല്ലം പകുതിയായപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നൊരു കമ്പി വന്നു. എന്നെ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ. ഞാൻ വീട്ടിൽ ചെന്ന അന്ന് തന്നെ എൻ്റെ അമ്മാവൻ, ഒരു പട്ടാളക്കാരൻ, എന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏക വഞ്ചന. ആ വിവരം ശ്രീനിൽ നിന്ന് ഒളിച്ചു വെച്ചതാണ്. നിരാധാരയായ ഞാൻ ജീവിതം കൊതിച്ചത് ചെയ്തു പോയി. ആ തെറ്റ് ഞാൻ ചെയ്തു പോയി. വിവാഹം കഴിഞ്ഞതിന്റെ 4ാം ദിവസം അയാൾ അവധി കഴിഞ്ഞു പോയി. അടുത്ത അവധിക്ക് വന്നപ്പോൾ എന്നെപ്പറ്റി ആരോ സത്യവിരുദ്ധമായ കുറെ അപവാദങ്ങൾ ആ മനുഷ്യനെ പറഞ്ഞു കേൾപ്പിച്ചു. അയാൾ എന്നെ ഉപേക്ഷിച്ചു.
അതിനുശേഷമാണ് അമ്മുമ്മ എന്നെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിയത്. ശ്രീനിക്ക് ലാബറട്ടറിയിലുണ്ടായ അപകടം പത്രത്തിൽ നിന്നറിഞ്ഞ് ഞാൻ ആസ്പത്രിയിലേക്ക് പോയി. ബോധമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തെ കണ്ടു. ആ ഇടയ്ക്കാണ് ഒരു ദിവസം ഞാൻ ശ്രീനി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നത്. കൊട്ടാരക്കര താമസിച്ചാൽ അവൾക്ക് ഭാവിയില്ലെന്ന് കണ്ട അവളുടെ അമ്മുമ്മ അവളെയും കൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് കടപ്പുറത്തുള്ള ഒരു വീട്ടിൽ താമസമാക്കിയതാണ്. പച്ചക്കള്ള ഞാൻ അവിടെ പോയി അന്വേഷിച്ചതാണ്. റബ്ബർ ഫാക്ടറിയിൽ ഒരു ജോലിക്കാരന് ഭാര്യ ആ വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് കള്ളം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ശരി? റബ്ബർ ഫാക്ടറിയിൽ ജോലിയുള്ള ആള് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അയാളെ മാറ്റിയിട്ടാണ് രാഗിണി അമ്മൂമ്മയോട് താമസമാക്കിയത്. അവൾ ഇപ്പോ എവിടെ? അവളെ ഞങ്ങൾ കൊട്ടാരക്കരയുള്ള അവളുടെ അമ്മാവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പാവം പെൺകുട്ടി. അവൾക്ക് നാട്ടിലേക്ക് പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. അതിലും ഇഷ്ടം നിന്റെ കൈകൊണ്ട് മരിക്കുന്നതിലാണ്. ആ, രാഗിണിയുടെ ഒരു കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഓ, നിനക്ക് കേൾക്കണം. ബഹുമാനപ്പെട്ട ചന്ദ്രൻ സാർ, ഞാൻ ഇവിടെ വന്നു ചേർന്നതിന് ശേഷം അഗ്നികുണ്ഡത്തിൽ നിൽക്കുന്നത് പോലെ ഓരോ നിമിഷവും ചിലവാക്കുന്നു. ഈ ജീവിതം എനിക്ക് അസഹ്യമാണ്. എനിക്കെന്റെ ശ്രീനിയെ കാണണം. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് മരിക്കുന്നതാണ്. എന്റെ ശ്രീനിയെ ഞാനല്ലാതെ ആര് ശുശ്രൂഷിക്കും? അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറും. ഞങ്ങൾ ആനന്ദത്തോടെ ജീവിക്കും. നന്മ നിശേഷം നശിക്കാനിടയില്ല. ഞാൻ എന്ത് വേണമെന്ന് ഉടനെ എന്നെ അറിയിക്കൂ എന്ന് രാഗിണി. എനിക്ക് ഉടനെ കൊട്ടാരക്കര പോകണം. എന്റെ രാഗിണിയെ കാണണം. രാഗിണിയുടെ ഭർത്താവാണ്. വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്. രാഗിണിയെ ചെന്ന് വിളിക്കൂ. ചെല്ല് ചെല്ല് ചെല്ല്. ആ, പിന്നെ എന്തൊക്കെയാ അമ്മാവ വിശേഷങ്ങൾ? വരൂ. ഇന്ന് വെളുത്തവാവാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. എന്നാ നീ വേഗം ചെല്ല, അവിടെ ഉണ്ട് വെളുത്തവാവ്. എന്താ എന്താ ശ്രീനി? ഞാൻ നിന്നെ വളരെയേറെ വേദനിപ്പിച്ചല്ലേ? അതെല്ലാം മറന്നു കളയും ശ്രീനി. ആ, ഞാനൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ മാറ്റിവരാം. ഒന്ന് തുറന്നേ, ഒരു കാര്യം പറയാനാ. പ്ലീസ് ഓപ്പൺ ഇറ്റ്. പ്ലീസ്, യു ആർ മൈ സ്വീറ്റ്. കം ഓൺ ജോണി, ഒന്ന് തുറന്നേ. രാഖി,
ശ്രീനി 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 എവിടെ പോകുന്നു ശ്രീനി ശ്രീനി, ഞാൻ കാമദാഹം പിടിച്ചൊരു പെണ്ണല്ല. ശ്രീനിയുടെ സ്നേഹത്തിനു വേണ്ടി മാത്രമാണ് എനിക്ക് ആർത്തിയുള്ളത്. ഇന്ന് വെളുത്ത വാവാണ്, നല്ല നിലാവ്. വരൂ, നമുക്ക് പുറത്തിരിക്കാം, ആ പാലമരത്തിന്റെ ചുവട്ടിലിരിക്കാം. വരൂ. ശ്രീനി, ഞാൻ എന്റെ കഥ പറയട്ടെ. ഞാൻ ശ്രീനിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. പറയൂ രാഗി, പറയൂ. ഞാൻ നീ ഒരു യക്ഷി. ശ്രീനി ദുഃഖിക്കരുത്. ശ്രീനി എന്നെ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ തളർന്നു പോകുന്നത് ഞാനൊരു യക്ഷിയായതുകൊണ്ടാണ്. നേരാണോ രാഗി? അതെ, യക്ഷിലോകത്ത് വെച്ച് യക്ഷികളുടെ റാണി ശപിച്ചതുകൊണ്ട് ഞാൻ ഭൂമിയിൽ വന്നതാണ്. ശ്രീനിയുടെ ചോര കുടിച്ചെങ്കിലേ എനിക്ക് ശാപമോക്ഷം കിട്ടും. പക്ഷേ എനിക്ക് ശാപമോക്ഷം വേണ്ട. ഞാനങ്ങയെ സ്നേഹിച്ചു പോയി. ഒരു മനുഷ്യ സ്ത്രീയായി എന്റെ ശ്രീനിയോടൊപ്പം കഴിഞ്ഞാൽ മതി. രാഗി, വേണ്ട രാഗി. നീ ശാപമോചനം നേടി യക്ഷികളുടെ ലോകത്തേക്ക് പൊയ്ക്കൊള്ളൂ. എന്നെ വെറുതെ വിടണ്ട. എന്റെ ചോര കുടിച്ചോളൂ. വേണ്ട, വേണ്ട ശ്രീനി. ഞാൻ ശ്രീനിയെ കൊല്ലുകയില്ല. ശ്രീനി, എന്നെ ചുംബിക്കൂ, ചുംബിക്കൂ. ശ്രീനി, എന്നെ കൈവിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ. വേണ്ട, പോ. നീ യക്ഷിയാണ്. യക്ഷി, യക്ഷി, യക്ഷി. പോ, പോ. നീ യക്ഷിയാണ്. യക്ഷി, നീ പറ്റോ? പോ.